മോളെ എന്താ അച്ഛാ? നീ എന്താ സൈലന്റ് ആയിട്ടിരിക്കുന്നേ? എന്തിനു വിഷമമുണ്ടോ? ഏയ് ഒന്നുമില്ല അച്ഛാ. എന്റെ മോൾക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ ചെയ്തത് ഒട്ടും ശരിയായില്ല. എല്ലാ അച്ഛനോട് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട. ചെറിയമ്മേ, ആ കാര്യം പ്രതാപേട്ടനോട് പറഞ്ഞോ? ഇല്ല ചെറിയമ്മേ, എനിക്ക് കോൺഫിഡൻസ് ഇല്ല. മോളെ, ആരാ വിളിച്ചത്? ചെറിയമ്മ. എന്താ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല അച്ഛാ. അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ആ ദൈവമേ, എക്സ്ക്യൂസ് മീ സർ. യെസ്, കം ഇൻ. ഇതിനു മുമ്പ് എവിടെ ജോലി ചെയ്തേ? അല്ല, ഇത് ആര്? രാജു വേണുഗോപാലല്ലേ? നീ ഈ കോലത്തിലായോ? സന്ദീപ് അല്ലേ? സന്ദീപല്ല, സന്ദീപ് സാറെന്ന് വിളിക്ക. സോറി, കോളേജിൽ ഒരുമിച്ച് പഠിച്ചല്ലേ, ആ പരിചയം വെച്ച് വിളിച്ചു പോയതാ. സോറി. നീ വലിയ കോളേജ് ഹീറോയും പഠിപ്പിസ്റ്റൊക്കെ ആയിരുന്നല്ലോ. എന്താ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ? എല്ലാം CV-യിലുണ്ട്. ഞാനതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. ഇന്നിവിടെ ഇന്റർവ്യൂ നടക്കുന്ന ദിവസമൊന്നുമല്ല. പിന്നെ ഒരാൾ ജോലി അന്വേഷിച്ച് വന്നോന്ന് പിയൂൺ എന്നോട് പറഞ്ഞപ്പോ ഞാൻ ബിസി അല്ലാത്തോണ്ട് മാത്രം വരാൻ പറഞ്ഞതാ. ഞാൻ കോളേജ് വിട്ട ഉടൻ തന്നെ മിനിസ്റ്റർ പ്രതാപവർമ്മ സാറിന്റെ ഓഫീസ് അസിസ്റ്റന്റായി. പിന്നെ സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റുമായി. ഒടുവിലെന്താ അയാളോടും തന്നെ പിരിച്ചു വിട്ടോ? സാറിപ്പോ മിനിസ്റ്റർ അല്ലല്ലോ, അതുകൊണ്ട് പിരിഞ്ഞതാ. കോളേജിൽ വെച്ചേ സാറന്മാരെല്ലാം കൂടി നിന്നെ പോഴ്ത്തുന്നുണ്ടായിരുന്നല്ലോ. അന്ന് ഞാൻ കരുതി നീ വല്ല കളക്ടറും ആകുമെന്ന്. നീ പഴയതുപോലെ തന്നെ ഒരുമാതിരി വല്ലാത്ത രൂപവും കെയർലെസ് ആയ ഡ്രസ്സിങ്ങും.